ശ്രീധുവിന് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? പേഴ്സണലായിട്ട് ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും? സ്കൂൾ ഗേൾസ് കോളേജ് ഗേൾസ് അൺഫോർച്ചുനേറ്റ്ലി അതുകൊണ്ട് കിട്ടിയിട്ടില്ല അല്ലേ? അല്ല സീരിയൽ ചെയ്യുമ്പോ വല്ല ഫാൻസിന്റെയോ അങ്ങനെയൊന്നും? ഫാൻസ് വേറെ, ഞാൻ പറഞ്ഞ ലൈക് പേഴ്സണലി ലെറ്റേഴ്സ് നോർമലി ഫാൻസ് ഒക്കെ കിട്ടുന്നു. എന്നെ ഇഷ്ടപ്പെട്ടവർ അത് കൊടുക്കും. ലൈക് നീங்க ചോദിക്കണം அந்த லவ் லெட்டர் கிடையாது. ஓகே ഗൈസ്, ഇതുവരെ ലെറ്റർ എഴുതാത്ത വിഷമം കംപ്ലീറ്റ് ആയിട്ട് ശ്രീധു ഈ ഒരു ടാസ്കിൽ തീർക്കുകയാണ് ഗൈസ്. ഇത് എന്റെ കുസൃതി ചോദ്യത്തിനുള്ള റിവെഞ്ച് ആണോ എന്ന് വരെ ഡൗട്ട് ഉണ്ട്. വിചാരിക്കാം. ഇല്ലല്ല, കുസൃതിക്ക് വേണ്ടി കണ്ടോ, കുസൃതി ചോദ്യത്തിനുള്ള റിവെഞ്ചാ. കുറച്ച് നീ വെയിറ്റ് ചെയ്യേ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഫിനിഷ്, ടാസ്ക് കംപ്ലീറ്റഡ്. മേലെ ഇതുപോലത്തെ ടാസ്ക് തരരുത്, ആലോചിച്ച് തരണം ആർക്ക് കൊടുക്കണമെന്ന്. ശ്രീതു, അപ്പൊ ശ്രീതു തന്നെ പ്രേക്ഷകർക്ക് അത് വായിച്ചു കൊടുത്തോളൂ. പക്ഷെ നല്ല ഫീല് വേണം, നല്ല മൂഡ് വേണം. ഓക്കെ, മൂഡ് ഇൻ ദ സെൻസ് ആ ഒരു ഫീല് വേണം. ഇല്ല, അത്ര ഫീൽ വരുമോന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ എന്റെ ഒരു രീതിയിൽ എഴുതിയതുകൊണ്ട് ലെറ്റർ അതിൻ്റെതായ ഒരു രീതിയിൽ. ഞാൻ BB വീട്ടിൽ കയറാൻ എത്ര ആഗ്രഹിച്ചു എന്നറിയാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്തും നടക്കും എന്നറിയാം. എന്നിട്ടും എന്നെ വിശ്വസിച്ച് എന്നെ അനുപ്പി വെച്ചു. അതിന് വളരെ നന്ദി. ഉള്ളിൽ കയറി നിങ്ങൾക്ക് അറിയാണ്ട് കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട്, കുറേ സന്തോഷങ്ങളുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് അതിനു മുകളിൽ നിങ്ങൾക്ക് ജാസ്തിയാ വിഷമം ഉണ്ടായി അറിഞ്ഞപ്പോൾ അത്രയും വിഷമിച്ചു ഞാൻ. ബട്ട് പുറത്ത് കാണിച്ചില്ല. ഞാൻ വിഷമിച്ചാൽ നിങ്ങൾ വിഷമിക്കില്ലേ? സോ അതുകൊണ്ട് പുറത്ത് കാണിച്ചില്ല. ഞാൻ കൂടെ ഉണ്ടായ ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ഒരു കേസിൽ. ബിക്കോസ് ഞാൻ വെളിയെ വന്ന് എല്ലാവരും പോസിറ്റീവായിട്ട് നീ ഒരു നല്ല ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ്, ജെന്യൂൻ എന്ന് എന്നെ ഫുൾ ആൻഡ് ഫുൾ പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോൾ ആ ഒരു ഹാപ്പി ഫേസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ അത്രയും സന്തോഷിച്ചു. അത് മതി എനിക്ക്. ആൻഡ് ഐ മേഡ് യു പ്രൗഡ്. ഇത് ഓഫീസിലി അറിയാം ആർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഞങ്ങൾ വായിച്ചു കഴിഞ്ഞോ? അവളതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ കത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യാൻ പോണേ? അത് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാം. ഇനി ഞാൻ ശ്രീധുവിന് വേറൊരു സാധനം, ഇത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കാം. ഇത് ആർക്കാന്നൊന്നും പറയണ്ട, നമുക്കറിയാം. ശരി. ഇനി ഞാൻ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടായിരുന്നോ? ഇതെന്ത് സംഭവം എന്നറിയോ? എഡിറ്റ് ശ്രീധുവിനെ പോലെ ഉണ്ടോ ആ വരച്ച ആ ഒരു ഇമേജ്? എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? അത് കണ്ടായിരുന്നോ? ആ ഇമേജ് എവിടെയെങ്കിലും കണ്ടോ?